ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. വിലയിരുത്താമെന്ന് പറയുന്ന ഭാഗത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. ചില കുട്ടികൾക്ക് ഉണ്ടാവും ഇത്രയും ചെറിയ ഡൗട്ടൊക്കെ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്നെപ്പറ്റി എന്ത് തോന്നും, അങ്ങനത്തെ ധാരണകളൊക്കെ. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം ഇന്നിപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കാനൊന്നും മടിക്കരുത് കേട്ടോ. ഇനി എടുക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക്ക് ഊർജ്ജ സംരക്ഷണ നിയമം. നമ്മുടെ ചിത്രത്തിൽ കെട്ടിടങ്ങളും പാലങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അടിത്തറ ഉറപ്പിക്കുന്നതിനായിട്ട് ചെയ്യുന്ന പൈലിംഗ് പ്രവർത്തനത്തിൻ്റെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. പൈലിംഗ് യന്ത്രത്തിലെ ഹാമർ ശക്തിയായി പൈലിൽ പതിക്കുന്നതിൻ്റെ ഫലമായാണ് കുഴി ഉണ്ടാകുന്നത്. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലേ. പൈലിംഗ് യന്ത്രത്തിലെ ഹാമർ മുകളിലായിരിക്കുമ്പോൾ ഹാമറിൻ്റെ സ്ഥിതികോർജ്ജം കണക്കാക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഹാമറിൻ്റെ സ്ഥിതികോർജ്ജമാണ്. ഹാമറിൻ്റെ മാസ് എന്ന് പറയുന്നത് 1000 കിലോഗ്രാമാണ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജി എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയറും ഹാമറിൻ്റെ ഉയരം എച്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. അപ്പോൾ നമുക്കിവിടെ സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കണം. E=mgh. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം എന്ന് പറയുന്നത് 1000 ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.8 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 10. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഗുണിക്കണം. അപ്പോൾ ദശാംശ സ്ഥാനം മാറ്റി വെച്ചിട്ട് നമുക്ക് ഗുണിക്കുമ്പോൾ 98, 1000-ലെ 3 പൂജ്യം, 10-ലെ ഒരു സീറോയും കൂടി കൂട്ടുമ്പോൾ 4 സീറോ ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം. അപ്പോൾ നമുക്ക് എന്ത് വരും? 98,000 ജൂളായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഹാമർ ആദ്യ സ്ഥാനത്തായിരിക്കുമ്പോൾ ഹാമർ ചലിക്കാത്തതിനാൽ ഗതികോർജ്ജമില്ല. അപ്പോൾ ചലിക്കുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഗതികോർജ്ജം ഉണ്ടാവുള്ളൂ. അത് നിശ്ചലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതിന് സ്ഥിതികോർജ്ജമായിരിക്കും. അതിനാൽ ആകെ ഊർജ്ജം സമം സ്ഥിതികോർജ്ജം പ്ലസ് ഗതികോർജ്ജം. ഇവിടെ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് 98,000 ജൂളും ഗതികോർജ്ജം ഇല്ലാത്തതിനാൽ അത് 0 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആകെ ഊർജ്ജം എന്ന് പറയുമ്പോൾ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 98,000 ജൂളാണ്. ഹാമർ പൈലിൽ പതിക്കുമ്പോൾ സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായി മാറും. ഇനി പൈലിൻ്റെ മുകൾ ഭാഗം താഴ്ന്ന് തരനിരപ്പിൽ എത്തുന്ന സാഹചര്യം പരിഗണിക്കാം. ഹാമർ തരനിരപ്പിൽ നിന്നുള്ള പൈലിൻ്റെ മുകളിൽ സ്പർശിക്കുമ്പോൾ ഹാമറിൻ്റെ പ്രവേഗം പരമാവധി ആയതിനാൽ ഗതികോർജ്ജം പരമാവധി ആയിരിക്കും. അതായത് ഹാമർ ചലിക്കാൻ തുടങ്ങാണ്. ചലിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവേഗം കൂടും. പ്രവേഗം കൂടുന്നതിനനുസരിച്ച് അതായത് വി എന്ന് പറയുന്നത് നമ്മുടെ ഗതികോർജ്ജത്തിൻ്റെ സമവാക്യത്തിൽ ½m v²ൽ വി കൂടുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? ഗതികോർജ്ജവും കൂടും അല്ലേ. ഗതികോർജ്ജം എന്ന് പറയുന്നത് ½ m v² ആണ്. ചലന സമവാക്യങ്ങളിൽ നിന്ന് നമുക്ക് v² u² പ്ലസ് 2as u² പ്ലസ് 2gh എന്നെഴുതാം. അതായത് ഇവിടെ എ എന്ന് പറയുന്നത് നമ്മൾ എന്തെടുക്കുകയാണ്? ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. അതിന് നമ്മൾ ജി കൊടുക്കുകയാണ് ഇവിടെ. അതായത് ഭൂമിയുടെ ഒരു ആകർഷണം ഉള്ളതുകൊണ്ട് അവിടെ ജി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ എസ്സിന് പകരം സ്ഥാനാന്തരത്തിന് പകരം ഇവിടെ എച്ച് ഉയരമായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. ഇനി ഇവിടെ ഹാമറിൻ്റെ ആദ്യ പ്രവേഗം യു എന്ന് പറയുന്നത് 0 ആണ്. കാരണം ആദ്യ ഹാമർ ചലിക്കാതെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രവേഗം u 0 ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ചലന സമവാക്യം എടുക്കാനുള്ള കാരണം നമുക്ക് v² കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചലന സമവാക്യം എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ u എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമുക്ക് v² എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? u 0 ആയതുകൊണ്ട് നമുക്ക് ബാക്കി സമവാക്യത്തിൽ നിന്നും 2gh എടുക്കാം. അപ്പോൾ നമുക്ക് ആ വാല്യൂസൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u = 0. ഇനി നമുക്ക് സമവാക്യം v² u പ്ലസ് 2gh, അതായത് 2 ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.8 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 10. നമ്മൾ ദശാംശ സ്ഥാനം മാറ്റി വെച്ചിട്ട് ഗുണിക്കുമ്പോൾ 1960 കിട്ടും. ഇനി നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 196 ആയിരിക്കും. v² വാല്യൂ എന്ന് പറയുന്നത് 196 ആണ്. ഇനി നമുക്ക് ഗതികോർജ്ജം കണ്ടുപിടിക്കണം. ½ m v². തന്നിരിക്കുന്നതിൽ എം 1000 v² എന്ന് പറയുന്നത് 196 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ½ ഇൻറ്റു 1000 ഇൻറ്റു 196. 196-ൽ 2 98 പ്രാവശ്യം പോവും. ബാക്കി 98 ഇൻറ്റു 1000 = 98,000 ജൂളാണ് ഇവിടെ ഗതികോർജ്ജമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഹാമറിൻ്റെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആകെ ഊർജ്ജമാണ്. അതായത് തരനിരപ്പിലുള്ള പൈലിൽ ഹാമർ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആകെ ഊർജ്ജം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തരനിരപ്പിൽ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥിതികോർജ്ജം പ്ലസ് തരനിരപ്പിൽ സ്പർശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഗതികോർജ്ജം. അതായത് ഇവിടെ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് പറയുന്നത് അല്ലേ. ഇവിടെ ഗതികോർജ്ജം 98,000 കിട്ടി. അപ്പോൾ ആകെ ഊർജ്ജം എന്ന് പറയുന്നത് 0 പ്ലസ് 98,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 98,000 ജൂളാണ് ആകെ ഊർജ്ജം എന്ന് പറയുന്നത്.
ഇനി ഇവിടെ പറയുന്നത് ഈ ഊർജ്ജങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് നിഗമനത്തിലാണ് എത്തിച്ചേരാൻ കഴിയുന്നതെന്നാണ്. ഇവ താരതമ്യം ചെയ്യുമ്പോൾ ഊർജ്ജ നഷ്ടമില്ലാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാമെന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് നമുക്ക് ഊർജ്ജ സംരക്ഷണ നിയമത്തിലേക്ക് എത്തിച്ചേരാം. അതായത് ഊർജ്ജം നിർമ്മിക്കുവാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റൊരു രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. അതായത് ഊർജ്ജത്തിനെ നമുക്ക് നിർമ്മിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. പ്രവൃത്തിയും ഊർജ്ജവും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തെല്ലാമാണ്? പ്രവൃത്തിയും ഊർജ്ജവും അദിശ അളവുകളാണ്. ഇനി നമുക്കിതിലേക്ക് കൂട്ടിച്ചേർക്കാം. പ്രവൃത്തിയുടെയും അതേപോലെ തന്നെ ഊർജ്ജത്തിൻ്റെയും യൂണിറ്റ് ജൂളാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണെന്നാണ്. ഇതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സസ്യങ്ങൾ സൗരോർജ്ജം ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെ? ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് സൗരോർജ്ജം ആഗിരണം ചെയ്താണ് രാസോർജ്ജമായി സംഭരിച്ചു വയ്ക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജം സൂര്യനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സസ്യങ്ങൾ സംഭരിച്ച രാസോർജം ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. സൗരോർജം രാസോർജമായി മാറുന്നു. നെക്സ്റ്റ് നോക്കാം. ഇവിടെയുണ്ടായ ഊർജ്ജമാറ്റം എഴുതി നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സൗരോർജം എന്തായി മാറുന്നു? രാസോർജമായിട്ട് മാറുന്നു എന്ന്. നെക്സ്റ്റ്, വൈദ്യുത നിലയങ്ങളിലെ ഊർജ്ജോൽപാദനത്തിന് സൂര്യനുമായി ബന്ധമുണ്ട് അല്ലേ. പെട്രോൾ, ഡീസൽ എന്നിവയിലെ ഊർജ്ജം സൂര്യനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പെട്രോൾ, ഡീസൽ തുടങ്ങിയവ ഫോസിൽ ഇന്ധനങ്ങളാണ്. ജൈവാവശിഷ്ടങ്ങൾ രാസമാറ്റങ്ങൾക്ക് വിധേയമായാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്താണെന്ന് അറിയാലോ. ഈ ജൈവാവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയിട്ട് ഓക്സിജൻ്റെ അഭാവത്തിൽ രാസമാറ്റത്തിന് വിധേയമായിട്ടാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ജീവികൾ സൂര്യനിൽ നിന്നും സ്വീകരിച്ച ഊർജ്ജം തന്നെയാണ് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് നോക്കാം. ഒരു ജലവൈദ്യുത നിലയത്തിൻ്റെ രേഖാചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ റിസർവോയറിലെ ജലത്തിലുള്ള ഊർജ്ജം ഏതായിരിക്കും? റിസർവോയറിലുള്ള ജലം എപ്പോഴും കെട്ടിക്കിടക്കായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഏതൂർജ്ജമായിരിക്കും? സ്ഥിതികോർജ്ജമാണ്. അണക്കെട്ടിലുള്ള ജലത്തിന് ഈ സ്ഥിതികോർജ്ജം എങ്ങനെ ലഭിച്ചു? കടലിലെയും മറ്റ് ജലാശയങ്ങളിലെയും ജലം സൂര്യതാപത്താൽ ബാഷ്പീകരിച്ച് മഴയായി ഉയർന്ന പ്രദേശങ്ങളിൽ എത്തുന്നു. ഇവയ്ക്ക് സ്ഥിതികോർജ്ജം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ഇവ താഴേക്ക് ഒഴുകി അണക്കെട്ടിലെത്തുന്നു. അപ്പോൾ അത് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഗതികോർജ്ജമായിരിക്കും ലഭിക്കുന്നത്. താഴേക്ക് ജലം ഒഴുക്കിവിടുന്ന പൈപ്പിനെ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറയും. ഇതിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ ഊർജ്ജം ഏതായിരിക്കും? അതായത് ജലം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചലനം കൊണ്ടാണ് അതിന് ഊർജ്ജം ലഭിക്കുന്നത്. അതുകൊണ്ട് അത് ഗതികോർജ്ജമായിരിക്കും. അപ്പോൾ റിസർവോയറിൽ നിന്നും ജലത്തിനെ പെൻസ്റ്റോക്ക് പൈപ്പിൽ കൂടെ ഒഴുക്കിവിടാണ് ചെയ്യുന്നത്. ഈ ഗതികോർജ്ജം ജനറേറ്റർ വൈദ്യോർജ്ജമാക്കി മാറ്റും. റിസർവോയറിൽ ധാരാളം ജലം സംഭരിച്ചിട്ടുണ്ട്. അതിനാൽ ഇതൊരു വലിയ ഊർജ്ജ സ്രോതസ്സായി വർത്തിക്കുന്നു. ജലവൈദ്യുത നിലയത്തിലെ ജലത്തിൻ്റെ ഊർജ്ജം മുതൽ വീട്ടിലെ ഒരു ബൾബ് പ്രകാശിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം വരെയുള്ള ഊർജ്ജമാറ്റത്തിൻ്റെ വിവരങ്ങൾ പൂർത്തിയാക്കാൻ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഫില്ല് ചെയ്യണം. അണക്കെട്ടിലെ ജലം സ്ഥിതികോർജ്ജം, താഴേക്കൊഴുകുന്ന ജലം ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും, ജനറേറ്ററിലെ ടർബൈൻ കറങ്ങുമ്പോൾ യാന്ത്രികോർജ്ജം, ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം, ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജ്ജം. നെക്സ്റ്റ്, നമ്മുടെ വീടുകളിൽ ബൾബ് മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ പേരുകൾ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മോട്ടർ തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫാൻ എഴുതാം, അതുപോലെ തന്നെ ഫ്രിഡ്ജ് എഴുതാം, TV എഴുതാം, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ എഴുതാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് പവർ. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ക്ലാസ് റൂമിൽ നടത്തുന്ന ഒരു പ്രവർത്തനമാണിത്. ഒരു 3-4 കുട്ടികളെ വിളിച്ചതിന് ശേഷം ഒരു 10 പുസ്തകം താഴെ വെച്ചിട്ടുണ്ടാവും. അതിലെ ഓരോ ബുക്കും മേശമേൽ എടുത്തു വയ്ക്കുന്ന ആ ഒരു സമയം ഓരോ കുട്ടികളും എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് എഴുതിയെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ 4 കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അവരെടുത്ത സമയവും കണ്ടുപിടിച്ചതിന് ശേഷം തന്നിരിക്കുന്ന ടേബിളിൽ എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ ജിയുടെ വില തന്നിട്ടുണ്ട് 10 m/s². ഇനി നമ്മൾ പേര് കൊടുത്തേക്കുന്നത് ABCD എന്നാണ്. ഇവരെടുക്കുന്ന സമയം ആദ്യത്തേത് 8, ബിക്ക് 10, സിക്ക് 12, ഡിക്ക് 6. പുസ്തകങ്ങളുടെ ആകെ മാസ് 2 കിലോഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത്. പുസ്തകങ്ങൾ ഉയർത്തേണ്ട ഉയരം 1 മീറ്റർ വെച്ചാണ് എടുക്കുന്നത്. ഇനി പ്രവൃത്തിയുടെ അളവ് MGH നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ M എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത്? 2, അതേപോലെ തന്നെ G എന്ന് പറയുന്നത് 10,
എച്ച് എന്ന് പറയുന്നത് 1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് 20 വരുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കുമല്ലോ. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രവൃത്തിയുടെ നിരക്കാണ്. അതായത് പ്രവൃത്തിയുടെ നിരക്ക് കാണാൻ പ്രവൃത്തിയുടെ അളവ് ബൈ സമയം. ഇവിടെ അളവ് എന്ന് പറയുന്നത് 20, സമയം എന്ന് പറയുന്നത് 8 എയുടെ. അപ്പോൾ നമുക്കത് ഹരിക്കുന്ന സമയത്ത് 2.5 കിട്ടും. ഇനി നമുക്കതുപോലെ തന്നെ ബിയുടെ കണ്ടുപിടിക്കാം. ബിയുടെ വരുന്നത് 2, അതുപോലെ തന്നെ സിയുടെ വരുന്നത് 1.7, അതേപോലെ തന്നെ ഡിയുടെ വരുന്നത് 3.33. നമുക്ക് ഈ ടേബിൾ അനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. എല്ലാ കുട്ടികളും ചെയ്ത പ്രവൃത്തിയുടെ അളവ് തുല്യമാണ് അല്ലേ? ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി ചെയ്തത് ഏത് കുട്ടിയാണ്? അതായത് ഡി എന്ന് പറയുന്ന കുട്ടിയാണ് ഏറ്റവും വേഗത്തിൽ പ്രവൃത്തി ചെയ്തത്. അതായത് വെറും 6 സെക്കൻഡ് സമയം മാത്രമേ കുട്ടി എടുത്തുള്ളൂ. 1 സെക്കൻഡിൽ കൂടുതൽ പ്രവൃത്തി ചെയ്തത് ആരാണ്? അപ്പോൾ ഇവിടെ 1 സെക്കൻഡിൽ കൂടുതൽ പ്രവൃത്തി ചെയ്തത് ആരാ? ഡി എന്ന് പറയുന്ന കുട്ടി തന്നെയാണ്. അതായത് ആ കുട്ടി വേഗം എടുത്തു വെച്ചു അല്ലേ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രവൃത്തി ചെയ്തിട്ടാണ് ആ ബുക്കുകൾ മേശമേലേക്ക് എടുത്തു വെച്ചത്. അപ്പോൾ നമുക്കിവിടെ പറയാം 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ എന്ന് പറയുന്നത്. അതായത് യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ, അഥവാ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ. അപ്പോൾ നമുക്ക് പവർ കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് പ്രവൃത്തി ബൈ സമയം, അതായത് P=W/T. ഇനി നമുക്ക് പവറിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. പവറിൻ്റെ യൂണിറ്റ് സമം പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളും സമയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ്, ഇതിനെ പറയുന്നതാണ് നമ്മൾ വാട്ട് എന്ന്. ജെയിംസ് വാട്ടിൻ്റെ സ്മരണാർത്ഥം പവറിൻ്റെ SI യൂണിറ്റ് വാട്ട് എന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ സൂചകം W ആണ്. ഉയർന്ന അളവുകൾ പ്രതിപാദിക്കുമ്പോൾ കിലോവാട്ട്, മെഗാവാട്ട് എന്നിവയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജെയിംസ് വാട്ടിൻ്റെ സ്മരണാർത്ഥമാണ് പവറിൻ്റെ SI യൂണിറ്റിന് വാട്ട് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇതിനെ സൂചിപ്പിക്കുന്നത് W എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. 1 കിലോവാട്ട് = 10 ക്യൂബ് വാട്ട്, അതായത് 1000 വാട്ടാണ്. 1 മെഗാവാട്ട് എന്ന് പറയുമ്പോൾ 10⁶ വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും പവർ കുതിരശക്തി, അതായത് HP-യിലും സൂചിപ്പിക്കാറുണ്ട്. 1 HP = 746 വാട്ട്. നാം വീടുകളിൽ ഉപയോഗിക്കുന്ന ഏതാനും വൈദ്യുതോപകരണങ്ങളുടെ പേരും അത് വേണ്ട. അടുത്തൊരു പ്രോബ്ലമാണ്. ഒരു വൈദ്യുത ഇസ്തിരിപ്പെട്ടി 20 സെക്കൻഡിൽ 15 കിലോ ജൂൾ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ പവർ കണക്കാക്കുക. അതൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന വിലകളൊക്കെ നമുക്ക് എടുത്തേതാം. പ്രവൃത്തി സമം 15 കിലോ ജൂൾ. ഇവിടെ കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് 1000 അല്ലേ? അപ്പോൾ 15000 ജൂളാണ്. സമയം 20 സെക്കൻഡ്. പവർ കാണാനുള്ള സമവാക്യം പ്രവൃത്തി ബൈ സമയം. ഇവിടെ പ്രവൃത്തി 15000 / 20. അതിൽ മുകളിലെയും താഴെയും 0 വരുന്ന ക്യാൻസൽ ചെയ്യാം. 1500നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 750 വാട്ട് കിട്ടും. ചാപ്റ്റർ അപ്പോൾ ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ സെക്ഷനിലേക്ക് കടക്കാമാണ്. വിലയിരുത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ഏത്? ഏതാ വരുന്നത്? ഊർജം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയ ജോഡികളിൽ രണ്ടും അദിശ അളവുകളായവ ഏതായിരിക്കും? ഇതിൻ്റെ ആൻസർ വരുന്നത് സമയവും ഊർജവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്? ഇതിൽ ശരിയായിട്ട് വരുന്നത് A ആണ് വരുന്നത്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. ഇതെങ്ങനെ വരുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം എക്സാമിന് ഇതുപോലത്തെ ഒരെണ്ണം വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പവർ കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് പ്രവൃത്തി ബൈ സമയം. പ്രവൃത്തി =mgh ആണ്. എമ്മിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം, ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, എച്ചിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ, സമയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് S. ഇതെല്ലാം നിങ്ങൾക്കറിയാലോ. നമുക്ക് പ്രവൃത്തി സമം mgh ബൈ സമയം എഴുതാം. അപ്പോൾ എമ്മിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ഇൻറ്റു ജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു എച്ചിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ / സമയത്തിൻ്റെ യൂണിറ്റ് S ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. കിലോഗ്രാം ഇൻറ്റു M സ്ക്വയർ, അതായത് മുകളിൽ M × M എന്ന് പറഞ്ഞാൽ M സ്ക്വയർ ആണ്, / S സ്ക്വയർ. ഏറ്റവും താഴെ കിടക്കുന്ന S എന്ന് പറയുമ്പോൾ അത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് 1/S ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, 2.4 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിരപ്പായ പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ 50 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ 8 മീറ്റർ സ്ഥാനാന്തരം ബലം പ്രയോഗിച്ച ദിശയിലുണ്ടായി. ഇവിടെ ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണ്ടെത്തി എഴുതുക.
അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് എടുത്തെഴുതാം. മാസ് എം സീക്വൽ ടു 2.4 കിലോഗ്രാം, ബലം എഫ് സീക്വൽ ടു 50 ന്യൂട്ടൺ, സ്ഥാനാന്തരം എസ് സീക്വൽ ടു 8 മീറ്റർ, പ്രവൃത്തി ഡബ്ല്യു സീക്വൽ ടു എഫ് ഇൻറ്റു എസ്. അതായത് എഫ് എന്ന് പറയുന്നത് 50 ഇൻറ്റു എസ് എന്ന് പറയുന്നത് 8. 50 ഇൻറ്റു 8 400 ജൂളാണ് ഇതിൻ്റെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 20 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ കപ്പി ഉപയോഗിച്ച് 5 മീറ്റർ ഉയർത്തിയതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനായി 1020 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്വസ്റ്റ്യൻ, കപ്പിയുടെ ഘർഷണം പരിഗണിക്കുന്നില്ലെങ്കിൽ ഇവിടെ ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് പ്രവൃത്തി കണ്ടുപിടിക്കാം. മാസ് എം സീക്വൽ ടു 20 കിലോഗ്രാം, ഉയരം എച്ച് സീക്വൽ ടു 5 മീറ്റർ, പ്രവൃത്തി ഡബ്ല്യു സീക്വൽ ടു 1020 ജൂൾ. അപ്പോൾ നമുക്കിവിടെ പ്രവൃത്തി കണ്ടുപിടിക്കണം, MGH കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 20 ഇൻറ്റു 10 ഇൻറ്റു 5 1000 ജൂളാണ് ഇവിടെ പ്രവൃത്തി. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. കപ്പിയുടെ ഘർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഘർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആകെ പ്രവൃത്തി മൈനസ് ഘർഷണം പരിഗണിക്കാതെ ചെയ്ത പ്രവൃത്തി, അതാണ് നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചേക്കണം 1000 എന്ന് പറയുന്നത്. ആകെ പ്രവൃത്തിയുടെ അളവ് 1020 ജൂൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഘർഷണം പരിഗണിക്കാതെ ചെയ്ത പ്രവൃത്തി മൈനസ് ചെയ്യാം. അതായത് 1020 മൈനസ് 1000 സീക്വൽ ടു 20 ജൂളാണ് ഘർഷണത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വൈദ്യുത മോട്ടോർ 10 സെക്കൻഡ് പ്രവർത്തിപ്പിച്ചപ്പോൾ 8 മീറ്റർ ഉയരത്തിലുള്ള ടാങ്കിൽ 186.5 കിലോഗ്രാം വെള്ളമെത്തി. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാണാൻ പറഞ്ഞിരിക്കുന്നത് പവറാണ്. അപ്പോൾ നമുക്ക് ആദ്യം പവർ കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് നോക്കാം. എം സീക്വൽ ടു 186.5 കിലോഗ്രാം, എച്ച് സീക്വൽ ടു 8 മീറ്റർ, ടി സീക്വൽ ടു 10 സെക്കൻഡ്. പവർ കാണാനുള്ള സമവാക്യം W/T. പ്രവൃത്തി സമം MGH. പവർ കാണണമെങ്കിൽ നമുക്ക് പ്രവൃത്തി കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് പ്രവൃത്തി കാണാം. എമ്മിൻ്റെ വില എന്ന് പറയുന്നത് 186.5, ജി എന്ന് പറയുന്നത് 10, എച്ച് എന്ന് പറയുന്നത് 8. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോൾ 14,920 വരും കേട്ടോ. നമ്മൾ ആദ്യം പോയിൻ്റ് സ്ഥാനമില്ലാണ്ട് ഗുണിച്ചതിന് ശേഷം ആൻസറിൽ ഒരു സ്ഥാനത്തേക്ക് പോയിൻ്റ് ഇടാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പ്രവൃത്തി തന്നെ കിട്ടിയേക്കണത് 14,920 ആണ്. അപ്പോൾ നമുക്കിനി പവർ കണ്ടുപിടിക്കാം. ഇവിടെ W എന്ന് പറയുന്നത് 14,920/T എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. അപ്പോൾ മുകളിലത്തെ സീറോയും താഴത്തെ സീറോയും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ആൻസർ വരുന്നത് 1492 വാട്ട്. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ, മോട്ടറിൻ്റെ പവർ കുതിരശക്തിയിലേക്ക് മാറ്റിയാൽ എത്രയായിരിക്കും? ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. നമുക്ക് കിട്ടിയ മോട്ടറിൻ്റെ പവറാണ് 1492 വാട്ട്. ഇതിനെ കുതിരശക്തിയിലേക്ക് മാറ്റുമ്പോൾ അതായത് 1492/746 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 HP, അതായത് 2 ഹോഴ്സ് പവർ. സി ക്വസ്റ്റ്യൻ, മോട്ടറിൻ്റെ പവർ പകുതിയായി കുറഞ്ഞാൽ ഇതേ അളവ് വെള്ളം നിറയ്ക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ നമുക്ക് ഇവിടെ പവർ പകുതിയാക്കിയിട്ടൊന്നും കൂടി ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയേക്കണ ആകെ പവർ എന്ന് പറയുന്നത് 1492 വാട്ടാണ്. ഇനി നമുക്ക് പുതിയ പവർ എന്ന് പറയുന്നത് അതിനെ നമുക്ക് പകുതിയാക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1492/2 ചെയ്യണം, നമുക്ക് പകുതിയാക്കല്ലേ. അപ്പോൾ നമ്മുടെ പുതിയ പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഇനി നമുക്ക് പവർ കാണാനുള്ള സമവാക്യമാണ് പ്രവൃത്തി ബൈ സമയം. അപ്പോൾ നമുക്ക് എന്താ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സമവാക്യത്തിൽ നിന്നും സമയം സമം പ്രവൃത്തി ബൈ പവർ എന്ന് വരും. അതായത് സമയവും പവറും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണത് അല്ലേ. അപ്പോൾ പവറിൻ്റെ സ്ഥാനത്ത് സമയം എഴുതണം, സമയത്തിൻ്റെ സ്ഥാനത്ത് പവർ എഴുതണം. അപ്പോൾ ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് 14,920 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ പവർ എന്ന് പറയുന്നത് 746. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. അപ്പോൾ പവർ പകുതിയാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? സമയം കൂടുതലെടുത്തു അല്ലേ, ഇരട്ടിയായി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൻ്റെ മാസ് 4 കിലോഗ്രാം ആണ്. ഈ വസ്തുവിൽ കിഴക്കു ഭാഗത്തേക്ക് 3 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് ആ ദിശയിൽ 6 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചു. തുടർന്ന് ഇതേ അളവ് ബലം 3 ന്യൂട്ടൺ തെക്കു ഭാഗത്തേക്ക് തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ആ ദിശയിൽ 5 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചു. ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് വസ്തു തെക്കു ഭാഗത്തേക്ക് ചലിപ്പിച്ചപ്പോൾ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക എന്ന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം. ഇവിടെ ബലം തന്നിരിക്കുന്നത് എഫ് എന്ന് പറയുന്നത് 3 ന്യൂട്ടണും സ്ഥാനാന്തരം എസ് എന്ന് പറയുന്നത് 5 മീറ്ററാണ്. പ്രവൃത്തി സമം എഫ് ഇൻറ്റു എസ്, അതായത് 3 × 5 = 15 ജൂളാണ് ഇവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്.
ബി ക്വസ്റ്റ്യൻ നോക്കാം. വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ ആകെ അളവ് കണക്കാക്കുക. ആകെ അളവ് കാണണമെന്നുണ്ടെങ്കിൽ തെക്കു ഭാഗത്തേക്ക് ഉള്ള പ്രവൃത്തിയുടെ അളവും കാണണം, കിഴക്കു ഭാഗത്തേക്കുള്ള പ്രവൃത്തിയുടെ അളവും കാണണം. ഇവിടെ നമ്മൾ തെക്കു ഭാഗത്തെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് കിഴക്കു ഭാഗത്തെ കണ്ടെത്തണം. അതിനുശേഷം രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ബലം F = 3 ന്യൂട്ടൺ, S = 6 മീറ്റർ. പ്രവൃത്തി സമം F × S, അതായത് 3 × 6 = 18 ജൂൾ. അപ്പോൾ ആകെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് 15 + 18 33 ജൂൾ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിനെ കുത്തനെ മുകളിലേക്ക് എറിഞ്ഞാൽ വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജത്തിലും ഗതികോർജ്ജത്തിലും മാറ്റം വരും. താഴെ കൊടുത്തവയിൽ ഗതികോർജ്ജവുമായി ബന്ധപ്പെട്ട ശരിയായ ഗ്രാഫ് ഏതായിരിക്കും? ഇവിടെ നമുക്ക് 4 ഗ്രാഫ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ പറയാം. എ ആണെന്ന് പറയാം. ഇനി നമുക്ക് അതിൻ്റെ കാരണം നോക്കാം. ഒരു വസ്തുവിനെ കുത്തനെ മുകളിലേക്ക് എറിയുമ്പോൾ വസ്തുവിൻ്റെ ഗതികോർജ്ജം മുകളിലേക്ക് പോകുന്തോറും കുറയുന്നു. അതായത് ഇവിടെ കാരണം നമുക്ക് നോക്കാം. ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സ്വാധീനത്താൽ പ്രവേഗം കുറയുന്നു. ഉയരം കൂടുന്നതിനാൽ സ്ഥിതികോർജ്ജം കൂടുന്നു. അതായത് ഏതൊരു വസ്തുവിനെയും നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ ഭൂമി അതിനെ പിടിച്ച് വലിക്കും അല്ലേ? അപ്പോൾ മുകളിലേക്ക് പോകുന്ന ആ ഒരു സ്പീഡ് കുറയും ഈ താഴത്തേക്കുള്ള ഒരു വലിവ് കാരണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഗതികോർജ്ജം മുകളിലേക്ക് പോകുന്തോറും കുറയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് വരുന്നത് എ ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 3 വിക്രം എന്ന ലാൻഡർ മൊഡ്യൂളിന് 1752 കിലോഗ്രാം മാസുണ്ട്. ചന്ദ്രോപരിതലത്തിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിലെത്തിയ അവസരത്തിൽ അതിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം തന്നിട്ടുണ്ട് 1.6 മീറ്റർ/സെക്കൻഡ്². അപ്പോൾ നമുക്ക് സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാം. മാസ് തന്നിട്ടുണ്ട് 1752 കിലോഗ്രാം. ജി തന്നിട്ടുണ്ട് 1.6 മീറ്റർ/സെക്കൻഡ്². H = 100 മീറ്റർ. സ്ഥിതികോർജ്ജം കാണാനുള്ള സമവാക്യം mgh. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഇതിൽ കൊടുക്കാം. എം എന്ന് പറയുന്നത് 1752 × 1.6 × 100. ഇതെല്ലാം കൂടി ഗുണിക്കുക. പോയിന്റ് സ്ഥാനം മാറ്റി വെച്ച് ഗുണിക്കുക. അതിനുശേഷം ആൻസറിൽ ഒരു പോയിന്റ് സ്ഥാനം ഇടാം. അപ്പോൾ ഇവിടെ 0 ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 0 അങ്ങോട്ട് തട്ടിക്കളയാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വന്നേക്കുന്നത് 2,80,320 ജൂളായിരിക്കും ഇതിൻ്റെ സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ. ഇതേ വിക്രം മൊഡ്യൂൾ ഭൗമോപരിതലത്തിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? ഇവിടെ ജിയുടെ വില എന്ന് പറയുന്നത് 10 മീറ്റർ/സെക്കൻഡ്² ആണ്. അപ്പോൾ നമുക്കിതൊന്നും ചെയ്യാം. G = 10 മീറ്റർ/സെക്കൻഡ്², M = 1752, H = 100 മീറ്റർ. സ്ഥിതികോർജ്ജം mgh, ദാറ്റ് ഈസ് ഈക്വൽ ടു 1752 × 10 × 100. ഞാനിവിടെ 1000 എഴുതി പോയതാണ് കേട്ടോ, അവിടെ 100 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 1752 കഴിഞ്ഞിട്ട് ഒരു 3 പൂജ്യം വരും അല്ലേ? 17,52,000 ജൂളായിരിക്കും കിട്ടണത്. പത്താമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഫ്ലാറ്റിൻ്റെ പുറം ചുമരിന് പെയിൻ്റ് അടിക്കാനായി 80 കിലോഗ്രാം മാസുള്ള ഒരാൾ തൂക്കിയിട്ട പ്ലാറ്റ്ഫോമിൽ ഉയരത്തിൽ നിൽക്കുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ മാസ് 170 കിലോഗ്രാം ആണ്. അയാളുടെയും അയാൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനെയും തറനിരപ്പിൽ നിന്നും ഈ ഉയരത്തിലെത്തിക്കാൻ മോട്ടോർ ചെയ്ത പ്രവൃത്തിയുടെ അളവ് 150 കിലോ ജൂളാണ്. എങ്കിൽ പ്ലാറ്റ്ഫോം എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ ജിയുടെ വില തന്നിട്ടുണ്ട് 10 മീറ്റർ/സെക്കൻഡ്². അപ്പോൾ നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പോവാം. ഇവിടെ നമുക്ക് ആ പെയിൻറ്ററുടെ മാസ് തന്നിട്ടുണ്ട് 80 കിലോഗ്രാം, പ്ലാറ്റ്ഫോമിൻ്റെ മാസ് തന്നിട്ടുണ്ട് 170 കിലോഗ്രാം. അപ്പോൾ ഇവരെ രണ്ടുപേരും ഉയർത്തുകയാണ് ആ മോട്ടർ ചെയ്തത് അല്ലേ? പ്ലാറ്റ്ഫോമിനെയും അതിൽ നിൽക്കുന്ന ആളെയും കൂടി ഉയർത്തിയപ്പോൾ അവിടെ ആകെ മാസ് എന്ന് പറയുന്നത് 170 + 80 = 250 കിലോഗ്രാമാണ്. ഇവിടെ പ്രവൃത്തി, ആ മോട്ടർ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് 150 കിലോ ജൂളാണ്. അപ്പോൾ നമുക്ക് ആ കിലോ എന്നുള്ളിടത്ത് എന്ത് ആക്കണം? 1000 ആക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,50,000 ജൂളിന് കിട്ടും. ഇനി നമുക്ക് W = mgh ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ H ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. H = W/mg എന്ന് വരും. അതായത് എമ്മിൻ്റെയും ജിയുടെയും കൂടെ നിൽക്കുന്ന ആളാണ് H. ആ എച്ചിനെയാണ് എന്ത് Wൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്. ഓക്കെ, അപ്പോൾ W/mg ആണ് നമുക്ക് H കാണാനുള്ള സമവാക്യം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം. 1,50,000 / m എന്ന് പറയുന്നത് 250 × 10. ഇനി നമുക്ക് മുകളിലത്തെ ഒരു 0 താഴത്തെ ഒരു 0യും മുകളിൽ നിന്ന് ഒരു 0യും 250 ഒരു 0യും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് 1500 / 25 ആണ്. അപ്പോൾ നമുക്കിത് ഹരിക്കുമ്പോൾ 60 മീറ്റർ എന്ന് കിട്ടും ഉയരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ മാസുള്ള 2 കാറുകളും ഇരട്ടി മാസുള്ള ഒരു ലോറിയും നേർദിശയിൽ പോകുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ. എ ക്വസ്റ്റ്യൻ. 2 കാറുകളുടെയും ഗതികോർജ്ജം തുല്യമായിരിക്കുമോ? 2 കാറുകളുടെയും ഗതികോർജ്ജം
തുല്യമായിരിക്കില്ല. കാരണം എന്താണ്? പ്രവേഗം കൂടിയ കാറിന് ഗതികോർജം കൂടുതലായിരിക്കും. ഗതികോർജം കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് ½ m v² ആണ് അല്ലേ. അപ്പം അതിൽ പ്രവേഗം, അതായത് v എന്ന് പറയുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിലോ v² ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഗതികോർജം കൂടുതലായിരിക്കും. ആദ്യത്തെ കാറിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 25 m/s ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ v കൂടുതലാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗതികോർജം കൂടും. ബി ക്വസ്റ്റ്യൻ നോക്കാം. ലോറിയുടെയും മുന്നിലുള്ള കാറിൻ്റെയും ഗതികോർജം തുല്യമാണോ? എന്തുകൊണ്ട്? അതിൻ്റെ ഗതികോർജം തുല്യമല്ല. കാരണം ലോറിയുടെ മാസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ മാസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗതികോർജം കൂടും. സി ക്വസ്റ്റ്യൻ. പിറകിലുള്ള കാറിന് മാസ് 1800 കിലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഗതികോർജം കണക്കാക്കുക. അപ്പോൾ നമുക്ക് ഗതികോർജം കണക്കാക്കാം. ഇവിടെ മാസ് തന്നിട്ടുണ്ട് 1800, വി എന്ന് പറയുന്നത് 20 ആണ്. ഗതികോർജം കാണാനുള്ള സമവാക്യം ½ mv². അപ്പോൾ നമുക്ക് 1/2 × 1800, എമ്മിന് 1800 കൊടുക്കാം, ഇൻറ്റു v² എന്ന് പറയുമ്പോൾ 20 × 20. 20ൽ 2 10 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് 3,60,000 ജൂൾ. 12ാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രം വിശകലനം ചെയ്ത് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലെ ഒരു സ്ഥാനമാണ് എ സൂചിപ്പിക്കുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള പന്ത് എയിൽ നിന്നും സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്നതിൻ്റെ 3 ഘട്ടങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. എയിലെ ഗതികോർജം എത്രയായിരിക്കും? അതായത് വസ്തു നിശ്ചലാവസ്ഥയിലാണ്, ആ ബോൾ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗതികോർജമില്ല, അതിന് സ്ഥിതികോർജമേ ഉള്ളൂ. അപ്പോൾ ഗതികോർജം ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 0 ആണെന്ന് പറയാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. എയിലെ സ്ഥിതികോർജം എത്രയായിരിക്കും? ഇവിടെ എയിലെ സ്ഥിതികോർജം എന്ന് പറയുന്നത് 20 ജൂളാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എവിടെ നിന്നാണ് ഈ 20 കിട്ടിയെന്ന് അല്ലേ. നമുക്ക് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നോക്കുമ്പോൾ അവിടെ സ്ഥിതികോർജം 12ഉം ഗതികോർജം 8ആണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ ആകെ ഊർജ്ജം എന്ന് പറയുന്നത് 20 കിട്ടില്ലേ. നമ്മൾ ഊർജ്ജ സംരക്ഷണ നിയമത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഊർജ്ജത്തിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ സ്ഥിതികോർജവും ഗതികോർജവും നമുക്ക് ആഡ് ചെയ്തൂടെ. അപ്പോൾ അങ്ങനെ നമുക്ക് 20 കിട്ടും. ഇനി നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. എയിലെ ആകെ ഊർജ്ജം എത്രയായിരിക്കും? അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലെ ആകെ ഊർജ്ജം നമ്മൾ എത്രയാണ്? ഗതികോർജം പ്ലസ് സ്ഥിതികോർജം, അതായത് 0 + 20 20 ജൂളായിരിക്കും. ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിയിലെ ഗതികോർജം എത്രയായിരിക്കും? ബോളപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഗതികോർജം എന്ന് പറയുന്നത് 20 ജൂളാണ്. അപ്പോൾ അതിന് സ്ഥിതികോർജം ഉണ്ടാവുമോ? ഇല്ല, അവിടെ 0 ആയിരിക്കും അല്ലേ. അപ്പോൾ സിയിലെ ആകെ ഊർജ്ജം എന്ന് പറയുന്നത് 0 + 20 = 20 ജൂളായിരിക്കും. ഇതിൻ്റെ ജി ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പന്ത് താഴേക്ക് പതിക്കുമ്പോൾ ഊർജത്തിൻ്റെ അളവിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്? വിശദമാക്കുക. ഇവിടെ ഊർജത്തിൻ്റെ മാറ്റത്തിൽ സംഭവിച്ചിരിക്കുന്നത് പന്തിൻ്റെ സ്ഥിതികോർജം ഗതികോർജമായി മാറാണ് ചെയ്യുന്നത്. ആകെ ഊർജത്തിന് മാറ്റമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. നിർമ്മാണ വസ്തുക്കൾ കെട്ടിടത്തിൻ്റെ മുകളിൽ എത്തിക്കുന്ന ഒരു കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ച് 50 കിലോഗ്രാം വീതം മാസുള്ള 5 ചാക്ക് സിമൻറ്റ് 16 സെക്കൻഡ് സമയം കൊണ്ട് 8 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കുന്നു. കൺവെയർ ബെൽറ്റിലെ മോട്ടറിൻ്റെ പവർ കണക്കാക്കുക. ഇവിടെ ജി തന്നിട്ടുണ്ട് 10 m/s². ഒരു സിമൻറ്റ് ചാക്കിൻ്റെ ഭാരം 50 കിലോഗ്രാം. 5 സിമൻറ്റ് ചാക്കിൻ്റെ ഭാരം എന്ന് പറയുമ്പോൾ 5 × 50, അതായത് 250 കിലോഗ്രാം വരും. ഇവിടെ W = mgh ആണ്. ജി എന്ന് പറയുന്നത് 10 m/s², എച്ച് എന്ന് പറയുന്നത് 8 മീറ്റർ. W = എമ്മിന് 250 കൊടുക്കാം, ഇൻറ്റു ജിക്ക് 10, എച്ചിന് 8. അപ്പോൾ എന്ത് കിട്ടും? 20,000 ജൂളായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാബുവും രാജുവും കൂടി വീട് പണിക്ക് ആവശ്യമായ വസ്തുക്കൾ 15 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ എത്തിച്ചിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ എ കണ്ടുപിടിക്കണം. ഇവരിൽ കൂടുതൽ പ്രവൃത്തി ചെയ്തത് ആരാണെന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ ഇതിൽ ബാബുവിൻ്റെ അയാൾ എടുത്ത ഭാരം എന്ന് പറയുന്നത് 600 ന്യൂട്ടനും മുകളിലേക്ക് എത്തിക്കാനെടുത്ത സമയവും തന്നിട്ടുണ്ട് 300 സെക്കൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ പ്രവൃത്തി കണ്ടുപിടിക്കാം രണ്ടുപേരുടെയും. ഇവിടെ കെട്ടിടത്തിൻ്റെ ഉയരം തന്നിട്ടുണ്ട് 15 മീറ്റർ. ഇനി നമുക്ക് ബാബു ചെയ്ത പ്രവൃത്തി കണ്ടുപിടിക്കണം. W = F × S. ഇവിടെ F 600 ന്യൂട്ടണും S എന്ന് പറയുന്നത് 15 മീറ്ററുമാണ്. W = F × S എന്ന് പറയുമ്പോൾ 600 × 15 9000 ജൂളാണ് ബാബു ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് രാജു ചെയ്ത പ്രവൃത്തി കണ്ടുപിടിക്കണം. F = 400 ന്യൂട്ടൺ, S = 15 മീറ്റർ. ഇവിടെ ആ ഉയരം എന്ന് പറയുന്നത് നമ്മൾ സ്ഥാനാന്തരമായിട്ട് എടുക്കാം കേട്ടോ. W = F × S, അതായത് 400 × 15 = 6000 ജൂള്. നമ്മൾ രണ്ടുപേരുടെയും പ്രവൃത്തി കണ്ടുപിടിച്ചു. ഇവരിൽ കൂടുതൽ പ്രവൃത്തി ചെയ്തത് ആരാണെന്ന് വെച്ചാൽ എന്ത് പറയണം? ബാബുവാണ്. ഇനി അടുത്തത് പവർ കൂടുതൽ ബാബുവിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ യോജിക്കുമോന്ന്.
നമുക്കിനി പവർ കണ്ടുപിടിക്കാം. പ്രവൃത്തി കൂടുതൽ ചെയ്തു എന്ന് കരുതി പവർ കൂടുതലാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ബാബുവിൻ്റെ പവർ കണ്ടുപിടിക്കാം. ഇവിടെ സമയം തന്നേക്കുന്നത് 300 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് പവർ കാണുന്ന സമവാക്യം പ്രവൃത്തി ബൈ സമയമാണ്. അപ്പോൾ നമ്മൾ പ്രവൃത്തി ബാബുവിൻ്റെ കണ്ടുപിടിച്ചത് 9000 ഡിവൈഡഡ് ബൈ 300. മുകളിലത്തെയും താഴത്തെയും ഓരോ 0 വെച്ച് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 90/3 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും? 30 വാട്ടായിരിക്കും. ഇനി രാജുവിൻ്റെ ടൈം എന്ന് പറയുന്നത് 200 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പവർ എന്ന് പറയുന്നത് 6000/200. മുകളിലത്തെയും താഴത്തെയും 2 0 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 60/20 30 വാട്ട്. അപ്പോൾ രണ്ടുപേരുടെയും പവർ തുല്യമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. നമുക്ക് വസ്തുവിൽ പ്രയോഗിച്ച ബലവും വസ്തുവിനുണ്ടായ സ്ഥാനാന്തരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്രാഫ് നിരീക്ഷിക്കുക. ഇവിടെ എക്സ് അക്ഷത്തിൽ സ്ഥാനം തന്നിട്ടുണ്ട്, വൈ അക്ഷത്തിൽ ബലം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമുക്ക് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ ബലം എന്ന് പറഞ്ഞത് 6 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ഒരു സ്ട്രേറ്റ് ലൈൻ തുടങ്ങിയേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കവിടെ പറയാം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ അളവെന്ന് പറയുന്നത് 6 ന്യൂട്ടനാണെന്ന് പറയാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിനുണ്ടായ പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവ് ഗ്രാഫിൽ നിന്നും കണ്ടെത്തി എഴുതുക. അതായത് എക്സ് അക്ഷത്തിൽ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 0.4 എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് ആ സ്ട്രേറ്റ് ലൈൻ അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് പറയാം ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിനുണ്ടായ പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവ് എന്ന് പറയുന്നത് 0.4 ആണെന്ന് പറയാം. സി ക്വസ്റ്റ്യൻ. ഗ്രാഫ് ഉപയോഗിച്ച് പ്രവൃത്തിയുടെ അളവ് കണ്ടെത്താനുള്ള മാർഗമെന്ത്? ഗ്രാഫിന് താഴെയുള്ള ഭാഗത്തെ പരപ്പളവ് കണ്ടെത്തി നോക്കൂ. ഇത് പ്രവൃത്തിയുടെ അളവിന് തുല്യമല്ലേ എന്ന് പരിശോധിക്കുക. അപ്പോൾ നമുക്കതൊന്ന് കണ്ടെത്തി നോക്കാം. പ്രവൃത്തിയുടെ അളവ് W=F×S. ഇവിടെ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 6 തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എസ് എന്ന് പറയുന്നത് 0.4 ആണ്. രണ്ടും കൂടി ഗുണിക്കുമ്പോൾ 2.4 ജൂൾ കിട്ടും. ഇനി നമുക്ക് ഗ്രാഫിന് താഴെയുള്ള ഭാഗത്തെ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നീളം ഇൻറ്റു വീതി ചെയ്താൽ മതി. അതായത് 0.4 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.4 യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം രണ്ടും തുല്യമാണെന്ന് മനസ്സിലാക്കാം. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററുടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഈ ചാനലിലെ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം കുട്ടികളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.